കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ക്രിമിനലുകൾ ഉൾപ്പെടെ 1,00,000 വിദേശികളുമുണ്ടെന്ന കേന്ദ്ര മിലിറ്ററി ഇന്റലിജൻസിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് അതീവ ഗുരുതരമായിട്ടും ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് കടുത്ത നിസ്സംഗത പാലിക്കുന്നു. അടുത്തിടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ കൊലപാതകം, മോഷണം, സംഘം ചേർന്നുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കേരള പോലീസിന്റെ നിഷ്ക്രിയത്വം ഏറെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് നയിക്കുന്നത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമർ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി സംസ്ഥാനത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ട്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ തന്നെയാണ് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നതത്രേ. ഇന്ത്യൻ പൗരൻ എന്ന മേൽവിലാസത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്നതിന് ഈ വ്യാജ ആധാർ കാർഡുകൾ അഭയാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. കുറ്റവാളികളായ ഇന്ത്യൻ പൗരന്മാർ വ്യാജ ആധാർ കാർഡ് രാജ്യം വിടുന്നതിനായി ഉപയോഗിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അസമിലെ മധുപൂർ, നൌഗാവ്, ബംഗാളിലെ കലിംപോങ്, നദിയ, ഉത്തര ദിനാജ്പൂർ, കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൽ പെരുമ്പാവൂരിന് പുറമെ മലപ്പുറത്തെ ആധാർ സെന്ററിൽ നിന്നും വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് BSF നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും 1 വർഷം മുൻപ് തന്നെ സൂചന നൽകിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറത്ത് തൃപ്രങ്ങോടുള്ള അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞുകയറി 50 ആധാർ ID വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയിരിക്കുന്നത്. ആധാർ ആക്ട് പ്രകാരം ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്നത് 1 ലക്ഷം രൂപ വരെ പിഴയും 3 വർഷം വരെ ജയിൽ ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ കാർഡുകളുടെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുവെന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്നത്. ഫെഡറൽ നിയമമനുസരിച്ച് രാജ്യത്തെ ഒരു പൗരനെയും മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണമോ വിലക്കോ ഏർപ്പെടുത്താൻ കഴിയുകയുമില്ല. നിയമത്തിലെ ഈ സാധ്യതയാണ് അഭയാർത്ഥികളെ വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെ നിർമ്മിച്ച് സംസ്ഥാനത്ത് കഴിയാൻ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.